ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടിട്ട് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി നീളനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴറ്റി വന്നാൽ മതിയാവും. ഇപ്പോൾ തക്കാളി ഇവിടെ നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി പരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് നന്നായി പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മയോണൈസും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല ഒരുപാട് നിറഞ്ഞ് നിൽക്കുന്ന പോലെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ ഇങ്ങനെ നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പുറത്തേക്കൊക്കെ വരും. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടെ ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് ബട്ടർ നന്നായി ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ ബട്ടർ പുരട്ടിയ ഭാഗം പാനിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ബട്ടർ പുരട്ടി കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയി തോന്നുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും ഒന്ന് നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ഭാഗവും ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സാൻഡ്വിച്ചാണിത്, കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.